10 വർഷമായിട്ട് എന്താണ് AMMAക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ച മാത്രമേ എനിക്കുള്ളൂ. ഞാൻ 10-30 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാകരുത് എന്ന് തീരുമാനിച്ച ഒരാളാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന നാടകങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളെല്ലാവരും പുറത്തു നിന്ന് പ്രേക്ഷകരായി അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിനിമയിലെ ആക്ടേഴ്സിൻ്റെ ഒരു ഗിൽഡ്. അപ്പോൾ അത് പിന്നെ പെരുമാറുന്ന ഒരു ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള പാട്രിയാർക്കലായിട്ടുള്ള ഒരു രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കപ്പെട്ട നടി ഇന്നും അപ്പീലിനായിട്ട് ഹൈക്കോടതിയിൽ പോകുമ്പോൾ നാട്ടുകാർ പിരിച്ചെടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ അവരും കൂടെ ഭാഗമായിരുന്ന ഈ അസോസിയേഷൻ അവരെ യാതൊരു തരത്തിലും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി ഇവരുടെ തൊലിയുരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവരെന്താണ് ഈ സ്റ്റഫ്, എന്തുകൊണ്ടാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. കുറേ ആൾക്കാരെ കൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ശരിക്കുള്ള തനിനിറം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും കണ്ടെടുത്തോളം തന്നെ ധാരാളമാണ്. അന്ന് അവർ അമ്പാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണൂർ ഭാഗത്തൊക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തളർന്നു പോയിട്ട് നമ്മൾ പറയും അമ്പാൽ, നമ്മളിപ്പം കളി നിർത്തി വെക്കാം, ഈ ലൂട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം കളി തുടങ്ങിയാൽ മതി എന്ന് അന്ന് മുങ്ങിയതാണ് ഇവർ. പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പൊങ്ങിയിട്ട് പുതിയൊരു ഐഡിയയും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പാട്രിയാർക്കിക്ക് കീഴിൽ നിൽക്കുന്ന കുറേ സ്ത്രീകളുടെ മുഖങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഇവർ വീണ്ടും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള മാറ്റമോ അല്ലെങ്കിൽ ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ ഇവരുടെ ICC ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പിന്നെ ഹേമ കമ്മിറ്റി പിന്നെ റെക്കമെൻഡ് ചെയ്ത ട്രിബ്യൂണലോ ഒരു കാര്യത്തിലും ഒരു താല്പര്യവും കാണിക്കാതെ ഇവരെ മുന്നിൽ വെച്ചിട്ട് പഴയതുപോലെ വണ്ടി ഓടട്ടെ എന്നുള്ളൊരു രീതിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് വേറെ ഒന്നും ശരിക്കുള്ള അധികാരം വേറെ ആൾക്കാരുടെ കയ്യിലുണ്ടാവുകയും അധികാരം പിന്നെ പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ അവിടെ ഇരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ വളരെ സിൻസിയറായിട്ടൊക്കെ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്. അവർക്കെതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പാട്രിയാർക്കിയിൽ അടിപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ലാ ലിമിറ്റേഷൻസും ഇവർക്കുണ്ട്.